എവരിവൺ, ഫിസിക്സ് ബോസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് +2 ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന ചാപ്റ്റർ ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന്റെ കണ്ടന്റിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഇന്ന് എടുക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കണ്ടന്റുകൾ ഇവയൊക്കെയാണ്. ഓക്കെ, അപ്പം അവ ഏതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസിനെ കുറിച്ച് നമ്മൾ എടുക്കും. അതിനുശേഷം മെത്തേഡ്സ് ഓഫ് ചാർജിങ് എ ബോഡി, ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. കൂളംസ് ലോ ആൻഡ് വെക്ടർ ഫോം ഓഫ് കൂളം ലോ, ഇത്രയും കാര്യങ്ങളാണ് ഈ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ എടുക്കുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ് ആണ്. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് ചാർജസിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പൊ ഇലക്ട്രിക് ചാർജ് എന്താണ് നമുക്ക് അല്ലേ, ചാർജ് എന്താണ്, ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഓക്കെ, അപ്പം നമുക്ക് പ്രധാനമായിട്ടും അതിന്റെ പ്രോപ്പർട്ടീസുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ 2 ടൈപ്പ് ചാർജുകളെ കുറിച്ച് പറയുന്നത്. 2 ടൈപ്പ് ചാർജ് ഉണ്ട്. അതാണ് 2 ടൈപ്പ് ചാർജ് ഉണ്ട്. ഒന്ന് നമ്മൾ പറയുന്നത് പോസിറ്റീവ് ചാർജും അതുപോലെ തന്നെ അടുത്ത ചാർജാണ് നെഗറ്റീവ് ചാർജും. ക്ലിയർ അല്ലേ? അതായത് 2 ടൈപ്പ് ചാർജുകളുണ്ട്. ഓക്കെ, ഈ സെക്കൻഡ് പ്രോപ്പർട്ടിയിലേക്ക് പോകാം. സെക്കൻഡ് പ്രോപ്പർട്ടി വെച്ചാൽ ലൈക്ക് ചാർജസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട്. അതായത് ലൈക്ക് ചാർജ്, ഒരേപോലുള്ള ചാർജുകൾ എന്ത് ചെയ്യുക, റിപ്പൽ ചെയ്യും അല്ലേ. അതായത് ഇപ്പൊ സപ്പോസ് പോസിറ്റീവ് ചാർജ് എടുക്കുക, അടുത്തൊരു പോസിറ്റീവ് ചാർജ് എടുക്കുക. ഈ 2 ചാർജും തമ്മിൽ അടുത്തടുത്ത് വെക്കുകയാണെങ്കിൽ അതിന് എന്ത് ചെയ്യുക, റിപ്പൾഷൻ ഉണ്ടാവും. അതായത് രണ്ടും ഈ വശത്തേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് എന്ത് ചെയ്യുക, റിപ്പൾഷൻ സംഭവിക്കും. ഓക്കെ, സപ്പോസ് ഇപ്പൊ 2 നെഗറ്റീവ് ചാർജ് ആണെങ്കിലും അത് എന്ത് ചെയ്യുക, ലൈക്ക് ചാർജുകളാണ്. അപ്പൊ എടുത്തെടുത്ത് വെക്കുമ്പോൾ എന്ത് ചെയ്യുക, ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ഉണ്ടാവും. ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ സപ്പോസ് 2 അൺലൈക്ക് ചാർജസ്, ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും, ഇവ 2 എടുത്തെടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ? അതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയാം. ഓക്കെ, ഇനി തേർഡ് പ്രോപ്പർട്ടീസ് എന്ന് പറയാം. ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. നമുക്കറിയാമല്ലോ, സ്കാലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഉള്ളി മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റീസ് എന്താ പറയാ, സ്കാലാർ ക്വാണ്ടിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് ചാർജ് ഈസ് എ സ്കാലാർ ക്വാണ്ടിറ്റി. ഓക്കെ, ഫോർത്ത് വൺ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് ചാർജ്, അതെന്താണ് നമുക്ക് പറയാൻ നോക്കാം. ഓക്കെ, അപ്പം തേർഡ് വൺ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി ഫോർത്ത് അഡിറ്റീവ് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ്, അതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അഡിറ്റീവ് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്. ഓക്കെ, സപ്പോസ് ഞാൻ ഇവിടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബോഡി എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ബോഡിയിലേക്ക് എന്ത് ചെയ്യാം, ചാർജസ് ഉണ്ട്. അപ്പം ആ ബോഡിയിൽ അടങ്ങിയിരിക്കുന്ന ചാർജ് +1 കൂളം ഉണ്ട്, +2 കൂളം ഉണ്ട്, +3 കൂളം ഉണ്ട്, അതുപോലെ -4 കൂളം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടോട്ടൽ ചാർജ് എത്രയാണ് നമുക്ക് നോക്കാം. ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ നെറ്റ് ചാർജ് എന്ന് പറയുന്നത്, ഓക്കെ, ക്യൂ നെറ്റ് കൊടുക്കാം. ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജ് ആണ്. ഓക്കെ, അങ്ങനെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് +1 കൂളം, +2 കൂളം, +3 കൂളം, -4 കൂളം എന്നാണ്. ഓക്കെ, അപ്പൊ നെറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ചാർജസ് ആണ്. ഈ സം ഓഫ് ചാർജസിന് എന്ത് ചെയ്യാം, പരസ്പരം ആഡ് ചെയ്ത് കിട്ടുന്ന നെറ്റ് ചാർജ് എന്ന് പറയാം. ഈ നെറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇവിടെ 6 കൂളം -4 കൂളം, അപ്പൊ എത്രയായി, 2 കൂളമാണ് നെറ്റ് ചാർജ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഈ പ്രോപ്പർട്ടീനെ പറയുന്ന പേരാണ് അഡിറ്റീവ് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ്. അതായത് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക, ചാർജിൽ എന്ത് ചെയ്യുക, നമ്മൾ ആഡ് ചെയ്യുക. ആ പ്രോപ്പർട്ടിയാണ് അഡിറ്റീവ് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത പ്രോപ്പർട്ടിയാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ്. ഓക്കെ, അപ്പം ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് കാണാനുള്ള, അതായത് ക്യൂ എന്ന് പറഞ്ഞ ചാർജ് ആണ്. ഓക്കെ, ക്യൂ എന്നുള്ള ചാർജ് എടുക്കുക. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് +or-n എന്ന് പറയാം. അതായത് ക്യൂ ഇസ് എ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് +or-n എന്ന് പറയാം. ഇതാണ് എന്ത് ചെയ്യുക, ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ് എന്ന് പറയാം. വേർ n എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇന്റീജർ ആണ്. ഇന്റീജർ. ഓക്കെ, അതായത് നമ്മൾ 0, 1, 2, 3 ഇല്ലേ, ആ നമ്പേഴ്സിനെ ഇന്റീജർ എന്ന് പറയാം. 1, 2, 3 എക്സെട്ര. ഓക്കെ, ഈ എന്ന് പറഞ്ഞത് ചാർജ് ഓഫ് എ ഇലക്ട്രോൺ ആണ്. അപ്പൊ ഇന്റെ വാല്യൂ എത്രയാണ്, 1.6 × 10⁻⁻19 ആണ്. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത പ്രോപ്പർട്ടിക്ക് പോവുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞത്, ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ഉണ്ട്, കൺസർവേഷൻ ഓഫ്, പിന്നെ ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ് കൺസർവേഷൻ ഓഫ് ചാർജ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് പറയണം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കാം. ഓക്കെ, സപ്പോസ് ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ 1 കൂളം ചാർജ്. ഒരു കൂളം ചാർജിൽ അടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്, അല്ലെങ്കിൽ
ഫൈൻഡ് ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ 1 കൂളം ചാർജ്. ഒരു കൂളം ചാർജിൽ അടിക്കുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കാണാനാണ് പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിൾ പ്രകാരം അല്ലെങ്കിൽ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്നുള്ളത് അതിലൊരു ഇക്വേഷൻ കിട്ടില്ല, ആ ഇക്വേഷൻ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്, Q is equal to പ്ലസ് ഓർ മൈനസ് NE എന്നാണല്ലേ. ഓക്കെ, നമുക്ക് എന്താ പറഞ്ഞത്, അപ്പൊ ഇത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കാണാനാണ് പറഞ്ഞത്. എവിടെ 1 കൂളം ചാർജ് ഉണ്ട്. ഓക്കെ, അതായത് ഇവിടെ പറഞ്ഞത് Q എന്ന് പറയുന്നത് 1 കൂളം മാത്രം തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, നമുക്ക് എന്താ ചാർജ് ഓഫ് ഇലക്ട്രോൺസ് അറിയാം. അപ്പൊ എന്ത് ചെയ്യാം, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് കണ്ടത്. അപ്പൊ N is equal to Q by E എന്ന് എഴുതി കൂടെ. അങ്ങനെയാണെങ്കിൽ Q എന്ന് പറഞ്ഞാൽ 1 കൂളം ആണ് അല്ലെ. 1 കൂളം divided by charge of electron 1.6 into 10 to the power minus 19. ഓക്കെ, അപ്പൊ 1 by 1.6 into 10 to the power minus 19 എന്ന് പറയുമ്പോൾ ഏകദേശം 6.25 into 10 to the power 18 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഈ ചാപ്റ്റർ എന്ത് ചെയ്യാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത ഭാഗത്തേക്ക് പോവാണ്. ഓക്കെ, ഇപ്പം ഈ ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസിന് കൂടെ ഒരു ചെറിയ കാര്യം കൂടി നമ്മൾ പറയാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഒരു ബോഡിയുടെ ചാർജ് എങ്ങനെ മെഷർ ചെയ്യാമെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വയ്ക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഇലക്ട്രോസ്കോപ്പ്. അതായത് ഗോൾഡ് ഫോയിൽ ഇലക്ട്രോസ്കോപ്പ് എന്നുള്ള ഇൻസ്ട്രുമെന്റ് ഉണ്ട്. ഓക്കെ, ഇത് ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് ഗോൾഡ് ഫോയിൽ ഇലക്ട്രോസ്കോപ്പ്. ഓക്കെ, ഇവിടെ സിമ്പിൾ അപ്പാരറ്റസ് ഉണ്ടല്ലോ അല്ലെ. ഒരു ബീക്കർ എടുക്കാൻ മാതിരി ജാർ ഉണ്ട്, അതിനുള്ളിൽ എന്ത് ചെയ്യാം, ഒരു ഗോൾഡ് ഫോയിലാണ് തൂക്കിയിട്ടുണ്ട്. ഗോൾഡ് ഫോയിലിന്റെ ലീഫ് ആണുള്ളത്. ഇതാണ് ഗോൾഡ് ഫോയിൽ ലീഫ് എന്ന് പറയാം. ഓക്കെ, ഇവിടെ ഉണ്ട്. ഇപ്പൊ സപ്പോസ് നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഈ ഒരു സെറ്റപ്പ് ഇല്ലേ, ഈ സെറ്റപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ബോഡിയുടെ ചാർജ് ആണ് അറിയേണ്ടതെന്ന് വിചാരിക്കാം. അപ്പൊ സപ്പോസ് ഞാനൊരു ബോഡി ഇവിടെ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഈ ബോഡി ഇവിടെ പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ഈ ബോഡിയെ ചാർജ് മനസ്സിലാവും. എത്ര നമുക്ക് അറിയില്ല, പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ ആ ചാർജ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ബോഡിയെ ഞാൻ എന്ത് ചെയ്യാം, ഈ എൻഡോടെ ടച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഇതിലൂടെ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യാം, ഫ്ലോ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ലീഫ് എന്ന് എപ്പോഴും ശ്രദ്ധിക്കാം. ഇതിന്റെ ലീഫ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു നേരെ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ അതായത് ഇപ്പൊ വരയ്ക്കാം. ഇപ്പൊ ഇതാണ് സെറ്റപ്പ് എങ്കിൽ ഓക്കെ, ഇപ്പൊ ബോഡി ഇങ്ങനെയാണ് ഇതിലുള്ളത് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ലീഫുള്ളതെന്ന് വിചാരിക്കാം. അപ്പൊ ഈ പോസിറ്റീവ് ചാർജ് ഈ ബോഡിനെ ഈ ഭാഗത്തായി ടച്ച് ചെയ്യുന്ന സമയത്ത് ഈ പോസിറ്റീവ് ചാർജസ് എന്ത് ചെയ്യുക, ഇതിലൂടെ ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഈ എൻഡിലെത്തും. ഈ എൻഡിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഗോൾഡ് ഫോയിൽ ഘടിപ്പിച്ചിട്ടുണ്ട്, ഗോൾഡ് ഫോയിൽ. ഓക്കെ, അപ്പൊ ഈ ഗോൾഡ് ഫോയിലിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ചാർജ് ഉണ്ടെങ്കിൽ ആ ഗോൾഡ് ഫോയിൽ എന്ത് ചെയ്യുക, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് 2 സൈഡിലേക്ക് മാറും. ഓക്കെ, ഇങ്ങനെ 2 സൈഡിലേക്ക് സ്പ്ലിറ്റ് ആയി മാറും. ക്ലിയർ ആണല്ലോ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ആ ബോഡിയിൽ എന്ത് ചെയ്യാം, ചാർജ് ഉണ്ടോ ഇല്ലയോ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ പറ്റും. ഏത് ചാർജ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു ഡിവൈസിനെ പറയുകയാണ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയാം. സിംപ്ലി നമ്മൾ പറയുന്നത് ഗോൾഡ് ഫോയിൽ ഇലക്ട്രോസ്കോപ്പ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഡയഗ്രം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. ഇനി നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജിലെ അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോവുകയാണ്, കൺസർവേഷൻ ഓഫ് ചാർജ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കൺസർവേഷൻ ഓഫ് എനർജി കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ +1 പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത് പറയാൻ പോകുന്നത്. ഓക്കെ, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അവിടെ കൺസർവേഷൻ ഓഫ് എനർജി ആണ്. ഓക്കെ, ആ സെയിം കാര്യം തന്നെയാണ് ഇവിടെയും പറയാൻ കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് പറയാം. ഓക്കെ, എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡെസ്ട്രോയിഡ്, ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ബോഡി ടു അനദർ ബോഡി. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, ചാർജിനെ എന്ത് ചെയ്യാ, നിർമ്മിക്കാനോ നശിപ്പിക്കാനോ എന്ത് ചെയ്യാ സാധ്യമല്ല, അതാണ് പറഞ്ഞത്. ഓക്കെ, പക്ഷെ ഇതിനെ എന്ത് ചെയ്യാ, ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് എന്ത് ചെയ്യാ, ഇതിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇതിനാണ് എന്ത് ചെയ്യാ, ലോ കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും പഠിക്കാം. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാലോ. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോകണം. മെത്തേഡ്സ് ഓഫ് ചാർജിങ് എ ബോഡി. ഒരു ബോഡി എങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചാർജ് ചെയ്യാം, ആ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സപ്പോസ് നമുക്ക് പലതരം മെത്തേഡ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ചാർജിങ് ബൈ കണ്ടക്ഷൻ, കൺവെക്ഷൻ, അങ്ങനെ കുറെ മെത്തേഡുകളുണ്ട്. പിന്നെ വേറൊരു മെത്തേഡാണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ. ഓക്കെ, ഈ ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്നുള്ള മെത്തേഡ് മാത്രമേ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഫ്രിക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും എന്ത് ചെയ്യാം, 2 വസ്തുക്കൾ തമ്മിൽ എന്ത് ചെയ്യാം, ഉരസുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഒരു ചാർജ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാണ്.
ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ പറയുന്നത് ചാർജിങ് ബൈ ഫ്രിക്ഷൻ ആണ്. അപ്പൊ അതിലെങ്ങനെ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ഗ്ലാസ് റോഡാണ്, പിന്നെ അതുപോലെ സിൽക്കുമാണ്. ഓക്കെ, ഒരു ഗ്ലാസ് റോഡ്. ഓക്കെ, ഒരു ഗ്ലാസ് റോഡാണ്. ഇതാണ് ഗ്ലാസ് റോഡ്, ഇതാണ് സിൽക്ക്. ഓക്കെ, ഈ ഗ്ലാസ് റോഡില് ഇപ്പൊ ഒരു നെഗറ്റീവ് ചാർജസ് ആണ് അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഗ്ലാസ് റോഡ് എന്ത് ചെയ്യുക, ഈ സിൽക്കായിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്യുക. അതായത് ഫ്രിക്ഷൻ ആണ്, ഒരച്ച എന്നുള്ള അർത്ഥം. അതായത് നന്നായിട്ട് റബ്ബ് ചെയ്യുക. റബ്ബ് ചെയ്ത സമയത്ത് ശ്രദ്ധിക്കുക, ഈ ഗ്ലാസ് റോഡിൽ എന്ത് ചെയ്യുക, നെഗറ്റീവ് ചാർജ് ആണോ, ഈ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യുക, ഈ സിൽക്കിലേക്ക് ട്രാൻസ്ഫർ ആവും. അതിനുശേഷം ഇവിടെ എന്താ, അപ്പൊ എന്താ ഇവിടെ നെഗറ്റീവ് ചാർജ് കിട്ടുമല്ലോ. അപ്പൊ സിൽക്കിന് എന്ത് ചെയ്യുക, നെഗറ്റീവ് ചാർജ് കിട്ടും. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, പോസിറ്റീവ് ചാർജ് കൂടുക എന്നതിന്റെ അർത്ഥം. ഓക്കെ, ഗ്ലാസ് റോഡിന് എന്ത് ചെയ്യുക, ഇലക്ട്രോൺ നഷ്ടപ്പെടുക. അപ്പൊ ഈ ഗ്ലാസ് റോഡ് എന്ത് ചെയ്യുക, പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യുക, കൂടും. അങ്ങനെയാണെങ്കിൽ ഗ്ലാസ് റോഡിന് എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് കിട്ടുന്നത് പോസിറ്റീവ് ചാർജായി മാറും. ഓക്കെ, ഈ ഒരു പ്രോസസ്സിനാണ് ഇതുവരെ ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തത് ഗ്ലാസ് റോഡും അതുപോലെ സിൽക്കാണ്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിളിലേക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വേറൊരു എക്സാമ്പിൾ പരിചയപ്പെടാം. ഓക്കെ, സപ്പോസ് നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്നത്, ഓക്കെ, നമ്മൾ ഒരു എബണൈറ്റ് റോഡാണ്, ഒരു എബണൈറ്റ് റോഡ്. ഓക്കെ, ഇതാണ് എബണൈറ്റ് റോഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഈ എബണൈറ്റ് റോഡ് എന്ന് പറഞ്ഞാൽ ഹാർഡ് റബ്ബറാണ്, കണ്ടെയ്ൻ സൾഫർ കണ്ടന്റ് കൂടുതലുള്ള ഹാർഡസ്റ്റ് ആയിട്ടുള്ള റബ്ബറാണ് എന്ത് ചെയ്യുക, എബണൈറ്റ് എന്ന് പറയാം. ഓക്കെ, ആ എബണൈറ്റിന്റെ റോഡാണ് എടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഫറാണ് എടുക്കുന്നത്. എന്താണ്, ഫർന്ന് എടുക്കുക. ഓക്കെ, ഈ ആനിമൽ ഹെയറിനാണ് പറയാ, ഫർന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ ഉള്ള കേസിൽ ശ്രദ്ധിക്കുക, ഈ ഫറിൽ അടങ്ങിയിരിക്കുന്നത് നെഗറ്റീവ് ചാർജസ് ആണ്. എന്താണ്, നെഗറ്റീവ് ചാർജസ് ആണല്ലേ, നെഗറ്റീവ് ചാർജസ് അടങ്ങിയിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞത് ഇതാണ് ഫർ കേട്ടോ. ഈ ഫറും എബണൈറ്റ് റോഡ് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഉരച്ചുക, അല്ലെങ്കിൽ ചാർജ് നന്നായിട്ട് ഉരച്ചുക. അപ്പൊ ഫ്രിക്ഷൻ ഉണ്ടാവണം അല്ലെ, ഉരച്ചതാകുമ്പോൾ ഫ്രിക്ഷൻ ഉണ്ടാവും. ഈ ഫ്രിക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് എബണൈറ്റ് റോഡിൽ ഈ ഫറിലുണ്ടായ നെഗറ്റീവ് ചാർജസ് എന്ത് ചെയ്യുക, ഈ ഒരു എബണൈറ്റ് റോഡിലേക്ക് ട്രാൻസ്ഫർ ആവും. അപ്പൊ എന്താ സംഭവിക്കുക, ഇവിടേക്ക് ഈ നെഗറ്റീവ് ചാർജസ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആവും. ഓക്കെ, ഈ ലൂസിംഗ് ഓഫ് ഇലക്ട്രോൺസ് എന്താ, ഏത് ഫറിന്നാണ് ഇലക്ട്രോൺസ് ലൂസ് ആവുന്നത്. അതിനർത്ഥം ഇലക്ട്രോൺസ് നഷ്ടപ്പെടുന്ന പ്രോസസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം, അവിടെ പോസിറ്റീവ് ചാർജ് കൂടുക ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഫറിന് എന്ത് ചെയ്യാം, പോസിറ്റീവ് ചാർജ് ആയിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഫർ എന്താവും, പോസിറ്റീവ് ചാർജ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, ഈ ഒരു മെത്തേഡിനാണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പം നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ്. എബണൈറ്റ് റോഡും ഫറുണ്ട്, അതുപോലെ തന്നെ എബണൈറ്റ് റോഡും ഗ്ലാസ് റോഡും സിൽക്കും ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്നുള്ള മെത്തേഡിൽ നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകാലോ. ഓക്കെ, അപ്പൊ നമ്മളിനി അടുത്ത പറഞ്ഞ കൂളംസ് ലോ ആണ് കേട്ടോ. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, ഈ ചാപ്റ്ററിലെ കോർ ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവരും ശ്രദ്ധിക്കാം. ഓക്കെ, കൂളംസ് ലോ നമുക്ക് എക്സാം ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ ഉണ്ടാവില്ല, ചിലപ്പോൾ പ്രോബ്ലം ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ കൂളംസ് ലോയ്ക്ക് പോവാണ്. ഓക്കെ, ഈ സംഭവം വളരെ എളുപ്പമാണ്, നമുക്ക് അതിലേക്ക് പോകാം. കൂളംസ് ലോ പറയുമ്പോൾ ശ്രദ്ധിക്കുക, രണ്ട് ചാർജ് ആവാം. ഓക്കെ, ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, അവൻ എന്ത് ചെയ്യുക, ലൈക്ക് ചാർജസ് ആവാം, അല്ലെങ്കിൽ അൺലൈക്ക് ചാർജസ് ആവാം. അതായത് ഒന്നെങ്കിൽ രണ്ട് പോസിറ്റീവ് ചാർജ് ആവാം, ലൈക്ക് ചാർജ് ആവാം. ഓക്കെ, ഇതൊക്കെ ലൈക്ക് ചാർജ് ആവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അൺലൈക്ക് ചാർജസ് ആവാം. അൺലൈക്ക് ചാർജസ് പറയുമ്പോൾ ഒരു പ്ലസ് ആവാം, ഒരു നെഗറ്റീവ് ആവാം. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മളെ ചാർജ് ഒരു പേര് കൊടുക്കാമല്ലോ. ഇതിന് നമ്മൾ Q1 എന്ന് കൊടുത്തു, ഇതിനെ Q2 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഈ ചാർജസ് എന്ത് ചെയ്യുക, തമ്മിൽ ഒരു അകലം ഉണ്ടാവുമല്ലോ, ആ ഡിസ്റ്റൻസിന് നമ്മൾ എന്ത് ചെയ്യുക, 6 എന്ന് കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ട് ചാർജുകൾ എടുത്തെടുത്ത് വെക്കണല്ലേ. അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ ലൈക്ക് ചാർജസോ അല്ലെങ്കിൽ അൺലൈക്ക് ചാർജസോ എടുത്തെടുത്ത് വെക്കണം. അങ്ങനെയാണെങ്കിൽ ഇവയ്ക്കിടയിലുള്ള ഫോഴ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുക, കൂളം ഫോഴ്സ് എന്ന് പറയാം. എന്താണ്, ഇവയ്ക്ക് ഇടയിൽ എടുക്കുന്ന ഫോഴ്സിന് എന്ത് ചെയ്യുക, കൂളം ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ കൂളം ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, F ഓക്കെ, F proportional to product of the charges. ഓക്കെ, ഇവിടെ ഉണ്ടാവുന്ന ചാർജസ് ഏതാണ്, Q1 Q2. ഈ അവിടെ നിന്നാണ് ഫോഴ്സ്, അത് കൂളം ഫോഴ്സ് എന്നാണ്, പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദ ചാർജസ്. ചാർജസിന്റെ പ്രൊഡക്റ്റിന് എന്ത് ചെയ്യുക, പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് F proportional to
Q1 Q2 നമുക്ക് പറയാൻ പറ്റും. അതായത് കൂളം ഫോഴ്സ് F പ്രൊപ്പോർഷണൽ ടു Q1 Q2 ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഈ ഫോഴ്സ് കൂളം ഫോഴ്സ് എന്ത് ചെയ്യുക ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. ആർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിസ്റ്റൻസ് അല്ലേ, ഇതാണ് ആറ്. ഈ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യുക പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ ലോനെ പറയുന്നതിന്റെ കൂളംസ് ലോ എന്ന് പറയാം. ഓക്കെ, അതായത് കൂളംസ് ലോ എന്താ പറയുന്നത്, ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ ടു സ്റ്റേഷനറി ഇലക്ട്രിക് ചാർജസ്. ടു സ്റ്റേഷനറി ആയിട്ടുള്ള ഇലക്ട്രിക് ചാർജിന് ഇടയിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഓക്കെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്തിന്, പ്രൊഡക്റ്റ് ഓഫ് ദർ ചാർജസ്. അതിന്റെ ചാർജിന്റെ പ്രൊഡക്റ്റിന് എന്ത് ചെയ്യുക ഡയറക്ട്ലി പ്രൊപ്പോർഷണലും അതുപോലെ തന്നെ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഓക്കെ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസിന്. ഈ ലോൺ എന്താ പറയുക കൂളംസ് ലോ എന്ന് പറയാം. അങ്ങനെയാണ് ഇത് കമ്പൈൻ ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് എന്താ കിട്ടിയത്, എഫ് പ്രൊപ്പോർഷണൽ ടു Q1 Q2 ഉണ്ട്, എഫ് പ്രൊപ്പോർഷണൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ 1/r². ഇത് നമ്മൾ കമ്പൈൻ ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എഫ് പ്രൊപ്പോർഷണൽ ടു Q1 Q2 ഡിവൈഡഡ് ബൈ r² എഴുതാലോ. ഓക്കെ, എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി നമ്മൾ ഇതൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാലോ എഫ് ഈക്വൽ ടു K ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ r². ക്ലിയറാണോ? അപ്പൊ എഫ് ഈക്വൽ ടു K ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ r² എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഈ K എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഈ കോൺസ്റ്റന്റിനെ നമുക്ക് ഇങ്ങനെ പറയാം K equal to 1/4 pi epsilon 0. K is equal to 1/4 pi epsilon 0. ഓക്കെ, ശ്രദ്ധിക്കാം. ഈ എപ്സിലോൺ 0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. എന്താണ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഓർ വാക്വം. ഓക്കെ, ഈ എപ്സിലോൺ 0 പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഓർ വാക്വം. ഈ പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാല് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഹൗ ഇലക്ട്രിക് ഫീൽഡ് ഇന്ററാക്ട് വിത്ത് വാക്വം. എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് വാക്വത്തിൽ ഇന്ററാക്ഷൻ നടക്കുന്നത് അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് ഹൗ ഇലക്ട്രിക് ഫീൽഡ് ഇന്ററാക്ട് വിത്ത് വാക്വം. വാക്വത്തിൽ അല്ലെങ്കിൽ ഫ്രീ സ്പേസിൽ എന്ത് ചെയ്യുക എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്ററാക്ട് ചെയ്യുന്നത് ആ ഒരു കാര്യമാണ് പെർമിറ്റിവിറ്റി എന്നുള്ള കൺസെപ്റ്റിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പം ഈ പെർമിറ്റിവിറ്റിയുടെ വാല്യൂ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, എപ്സിലോൺ 0 എന്ന് പറയുന്നത് 8.854 ഇൻറ്റു 10⁻⁻12 കൂളം സ്ക്വയർ ബൈ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ എന്ന് പറയാം. ഓക്കെ, അത് 8.854 ഇൻറ്റു 10⁻⁻12 കൂളം സ്ക്വയർ ബൈ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. അതിന് പറയുന്ന പേരാണ് എന്ത് ചെയ്യുക നമ്മൾ എപ്സിലോൺ 0 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചല്ലോ. ഓക്കെ, ഇതാണ് കൂളംസ് ലോ എന്ന് പറയാം. ഓക്കെ, ഈ കൂളംസ് ലോന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പറയാനുണ്ട്, അതുകൂടി പറയാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം എഫ് ഈസ് ഇക്വൽ ടു 1/4 pi epsilon 0 Q1 Q2 by r² നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. നമുക്കത് എഴുതാം. അതായത് എഫ് ഈസ് ഇക്വൽ ടു കെ എന്ന് പറഞ്ഞാൽ 1/4 pi epsilon 0 അല്ലെ, 1/4 pi epsilon 0 Q1 Q2 ദ പവർ ഇൻറ്റു r² അല്ലേ, ഇതാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഈ 1/4 pi epsilon 0 നമുക്ക് എന്തൊരു വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതായത് ഈക്വൽ ടു ഓക്കെ, അപ്പൊ 1/4 pi epsilon 0 ഓക്കെ 1/4 pi ആകുമ്പോൾ 4 ഇൻറ്റു 3.14 ഇൻറ്റു എപ്സിലോൺ 0ന്റെ വാല്യൂ 8.854 ഇൻറ്റു 10⁻⁻12. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അതിന് കിട്ടുന്ന വാല്യൂ 9 ഇൻറ്റു 10⁻⁹9 ന്യൂട്ടൺ ആണ്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലത്തിൽ 1/4 pi epsilon 0ന്റെ വാല്യൂ എന്ത് ചെയ്യാം, നമുക്ക് ഡയറക്റ്റ് 9 ഇൻറ്റു 10⁻9 ന്യൂട്ടൺ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, എഫ് ഈസ് ഇക്വൽ ടു 1/4 epsilon Q1 Q2 by r². ഓക്കെ, അപ്പോൾ രണ്ട് ചാർജസ് നമ്മൾ സ്റ്റേഷനറി ചാർജ് ആണ്, അപ്പോൾ എയറിലാണ് വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മുടെ കൂളം ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, എഫ് എയറിലുള്ള കാര്യമല്ലേ. ഓക്കെ, ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഇപ്പൊ സപ്പോസ് നമ്മൾ എന്ത് ചെയ്യും, രണ്ട് ചാർജസ് എടുത്തിട്ടുണ്ട്, രണ്ട് ചാർജസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഈ രണ്ട് ചാർജ് ഇവിടെ ഉണ്ട്, ചാർജ് Q1 ഉണ്ട്, അതേമാതിരി ചാർജ് Q2 ഉണ്ട്. ഓക്കെ, സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസിനാണ് എന്താ പറയാ, R എന്ന് പറയാം. ഓക്കെ, ഇനി ഈ രണ്ട് ചാർജുകളുടെ ഇടയിൽ ഞാൻ ഒരു മീഡിയം കൺസിഡർ ചെയ്യാം, ഒരു വാട്ടർ മീഡിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മീഡിയം കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ മീഡിയം ശ്രദ്ധിക്കാം, ഈ രണ്ട് ചാർജിന്റെ ഇടയിൽ ഒരു മീഡിയമാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ സപ്പോസ് ആ മീഡിയത്തിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു മീഡിയം ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, മീഡിയം ഉണ്ട്. ഓക്കെ, ആ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് എപ്സിലോൺ ആർ ആണ്. എന്താണ് എപ്സിലോൺ ആർ എന്നാണ്. ഇപ്പൊ എപ്സിലോൺ ആർ എന്ന് പറഞ്ഞാല് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം, പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി ആണ്. ഓക്കെ, അങ്ങനെയാണ് ഈ കൂളംസ് ലോ പ്രകാരം
നമുക്ക് എഴുതാലോ എഫ് ഈസ് ഈക്വൽ ടു 1/4πε0 എന്നല്ല നേരത്തെ എഴുതി. അതിന്റെ കൂടെ എന്ത് ചെയ്യാം, ഒരു എപ്സിലോൺ ആർ കൂടി എഴുതാം. എപ്സിലോൺ 0 എപ്സിലോൺ ആർ ഓക്കെ ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അതായത് ഇത് മീഡിയത്തിലുള്ള ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പൊ രണ്ട് വസ്തുക്കളുണ്ട്, അപ്പൊ രണ്ട് ചാർജ് ഉണ്ടല്ലേ. ഈ ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു ഇതിനിടയിൽ ചാർജിനിടയിൽ ഒരു മീഡിയം ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന നമ്മൾ എന്ത് ചെയ്യാം, ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് മീഡിയ ആണ് അല്ലെ. എഫ് മീഡിയത്തിലുള്ള ഫോഴ്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഇതിൽ കൂടെ ശ്രദ്ധിക്കുക, ഇവിടെ ഇങ്ങനെ എഴുതി കൂടെ ഈ 1/4πε0 Q1 Q2 ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാലല്ലേ എഫ് എയറിലുള്ള കൂളം ഫോഴ്സ് എന്ന് പറയാം. അത് എയറിലുള്ള കൂളം ഫോഴ്സ്. ഓക്കെ, അതാണ് എഫ് എയർ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതി കൂടെ എഫ് മീഡിയം എന്ന് പറയുന്നത് ഓക്കെ എഫ് എയർ ബൈ എപ്സിലോൺ ആർ എഴുതി കൂടെ. ഓക്കെ, എഫ് മീഡിയം എന്ന് പറയുന്നത് എഫ് എയർ ബൈ എപ്സിലോൺ ആർ. ക്ലിയർ ആണല്ലോ. അതായത് എഫ് മീഡിയം എന്ന് പറഞ്ഞാൽ എഫ് എയർ ബൈ എപ്സിലോൺ 0. അപ്പൊ ചിലപ്പോൾ നമ്മളെ പ്രോബ്ലത്തിൽ ഈ എയറിൽ, അതായത് കൂളം ഫോഴ്സ് ആണ് തന്നിട്ടുണ്ടാവും, എയറിലുള്ള കൂളം ഫോഴ്സ് തന്നിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് തന്നിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ അതിന്റെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടാവും. അങ്ങനെയാണ് ഈ മീഡിയത്തിന് കാണാൻ പറയുകയാണെങ്കിൽ ഈ കേസ് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ കൂളംസ് ലോ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ആദ്യം സ്റ്റേറ്റ് ചെയ്യണം. അപ്പൊ കൂളംസ് ലോ എന്താ, അക്കോർഡിംഗ് ടു കൂളംസ് ലോ ഇറ്റ് സേസ് ദാറ്റ് എന്താ പറയുന്നത്, ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ ടു stationary electric charges is directly proportional to square of their product of their charges and inversely proportional to square of the distance between them. ഇതിനാണ് കൂളംസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങളൊക്കെ ഇതിൽ മനസ്സിലാക്കുക. അങ്ങനെ ഒരു മീഡിയം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 1/4π എഫ് ഫിസിക്കൽ ടു 1/f മീഡിയം എന്ന് പറഞ്ഞാൽ 1/4πε0 എപ്സിലോൺ ആർ Q1 Q2 ഡിവൈഡ് ആർ സ്ക്വയർ ആണ്. അങ്ങനെ എഫ് മീഡിയം കാണാന്ന് പറഞ്ഞാൽ എഫ് മീഡിയം ഫിസിക്കൽ ടു എഫ് എയർ ബൈ ആർ ആണ്. ഓക്കെ, ഡിവൈഡ് ബൈ ആർ. ഓക്കെ, എപ്സിലോൺ ആർ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത ഭാഗത്തേക്ക് പോവാണ്. ഓക്കെ ഓക്കെ ഈ കൂളംസ് ലോന്റെ വെക്ടർ ഫോമാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അതിൽ എന്തെങ്ങനെ എഴുതാം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണെന്ന് അറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കൂളംസ് ലോനെ നമ്മൾ ഒരു വെക്ടർ ഫോമിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഇതിൽ പറയാൻ പോകുന്നത്. നമുക്ക് അതിലേക്ക് നോക്കാം. ഓക്കെ, അപ്പോ ഈ കൂളംസ് ലോ ഇൻ വെക്ടർ ഫോം അല്ലെ. ഓക്കെ, ഈ നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരു രണ്ട് ചാർജസ് ഇതേമാതിരി കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പം രണ്ട് ചാർജസിന് ഫസ്റ്റ് ചാർജ് ആണത്, സെക്കൻഡ് ചാർജ് ആണത്. ഓക്കെ ഓക്കെ ഈ ഇതാണ് ചാർജ് Q1 ആണ്, ഇത് Q2 ആണ്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R ആണ്. ഓക്കെ ഓക്കെ R ആണ്. ഓക്കെ, ഇപ്പൊ ഈ ചാർജ് നമ്മളിങ്ങനെ വെറുതെ എഴുതാന്ന് പറയും. Q എന്നുള്ള ചാർജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഒരു പോസിറ്റീവ് ചാർജ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെയുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ആണ്. ഇവിടെ എന്ത് ചെയ്യുക, പോസിറ്റീവ് ചാർജ് ആണ്. ഈ രണ്ട് ലൈക്ക് ചാർജസ് വന്ന് എന്ത് ചെയ്യുക, റിപ്പൾഷൻ ഉണ്ടാവുക അല്ലെ. ഒരേപോലെ ചാർജ് ആണെങ്കിൽ റിപ്പൾഷൻ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ Q2 എന്നുള്ള ചാർജിലേക്കും എന്ത് ചെയ്യാം, Q1 എന്നുള്ള ചാർജ് മൂലം ഒരു Q2ലേക്ക് എന്ത് ചെയ്യാം, ഒരു ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനെങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ ഓക്കെ അപ്പൊ അതായത് ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ കിട്ടുന്നുണ്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടേക്ക് ഉണ്ടാവുന്ന ചാർജ് F2 ഇൻറ്റു ഡ്യൂ ടു ഏത് ചാർജ് കൊണ്ടാണ് F2 എന്നുള്ള ഭാഗമാണ് വിചാരിക്കുക അങ്ങോട്ടുള്ള ചാർജ് അല്ലെ, ഫോഴ്സ്. ഓക്കെ, ഈ F2 എന്നുള്ള ഫോഴ്സിലേക്ക് ഏത് ചാർജ് കൊണ്ടാണ് ഈ F2 എന്നുള്ള ഫോഴ്സ് അടിക്കേണ്ടാൻ കാരണം ഡ്യൂ ടു Q1 ചാർജ്. അങ്ങനെയാണെങ്കിൽ അവിടേക്ക് ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F21 കൂടെ F21 എഴുതാൻ പറ്റും. ഓക്കെ, അതേമാതിരി ഇവിടെയും എഴുതി കൂടെ നമുക്ക് ഇങ്ങോട്ട് ഇവിടുന്ന ഫോഴ്സ് F12 എഴുതാം. കാരണം എന്താ, F1 എന്നുള്ള Q1 എന്നുള്ള ചാർജിലേക്ക് Q2 എന്നുള്ള ചാർജാണ് എന്ത് ചെയ്യുക, ഒരു ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ കൊടുക്കുന്നത്. ആ റിപ്പൾസീവ് ഫോഴ്സ് പ്രകാരം ഈ Q1 എന്നുള്ള ചാർജിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ടാവും അല്ലെ. ആ ഫോഴ്സ് ഓൺ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ F12 എന്ന് പറയുമ്പോൾ അതായത് ഫോഴ്സ് ഓൺ F1 ചാർജ് ഡ്യൂ ടു Q2 ചാർജ്. ഓക്കെ, അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. വെക്ടർ ഫോം ഓഫ് കൂളംസ് ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യാം, വെക്ടർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം. അക്കോർഡിംഗ് ടു കൂളംസ് ലോ പ്രകാരം നമുക്ക് ഇതിനെങ്ങനെ എഴുതാലോ, F12 നമുക്ക് എന്ത് വെക്ടർ ഫോമിലായിട്ട് F12 എഴുതാം. F12 is equal to 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ എന്നല്ല. R സ്ക്വയർ അത് വെക്ടർ എന്നുള്ള രീതിയിലാണ് എഴുതുന്നത്. സാധാരണ നമ്മൾ എന്ത് ചെയ്യാം,
ഇങ്ങനെയാണ് എഴുതുക, ശരിക്കും ഇങ്ങനെയാണ് എഴുതുക. ഓക്കെ, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയെ നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഈ വെക്റ്റർ ക്വാണ്ടിറ്റിയെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആ ഗിവൺ വെക്റ്റർ ഇൻറ്റു ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ആണ് എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയെ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ ഒരു ക്വാണ്ടിറ്റിയെ നമ്മൾ എന്ത് ചെയ്യാം, ഗിവൺ വെക്റ്റർ ഇൻറ്റു ഇറ്റ്സ് യൂണിറ്റ് വെക്റ്റർ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യാണ് ചെയ്യാം. അതെങ്ങനെയാണ് നോക്കാം. അതായത് ഇപ്പോ ഇതിന് നമ്മൾ ഇങ്ങനെ എഴുതൂല, അതിന് പകരമായിട്ട് ഗിവൺ വെക്റ്റർ എന്ന് പറഞ്ഞാൽ ആറാണ് അല്ലെ, ആറിനാണ് ഉള്ളത്. ഓക്കെ, ആ വെക്റ്റർ റെപ്രസെന്റ് ചെയ്യുന്ന പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആറിനാണ് കൊടുക്കാം. ഓക്കെ, ഇൻറ്റു ഇറ്റ്സ് യൂണിറ്റ് വെക്റ്ററിന്റെ 6. ഓക്കെ, അതിന്റെ ക്യാപ്പ്. ഓക്കെ, ഇവിടെ R12 എന്ന് കൊടുക്കാം, R12 എന്ന് കൊടുക്കാം, R12 ക്യാപ്പ്. ഇവിടെ സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ക്ലിയർ ആണല്ലോ. അപ്പം F12 1/4 Q1 Q2 ഡിവൈഡ് R12 സ്ക്വയർ ഇൻറ്റു R12 ക്യാപ്പ്. ഇതാണ് F12 എന്ന് പറയാം. ഓക്കെ, സിമിലർലി നമുക്ക് എന്ത് ചെയ്യാം, F21 എഴുതി കൂടെ. പറഞ്ഞേ, F21 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം, 1/4 Q1 Q2 ഡിവൈഡ് ബൈ R21 സ്ക്വയർ ഇൻറ്റു R21 ക്യാപ്പിന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാ വന്നത്, അതായത് അതായത് R എന്നുള്ളൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഈ ഡിസ്റ്റൻസ് ആണ്, ആ ഡിസ്റ്റൻസിന് ഒരിക്കലും വെക്റ്റർ ക്വാണ്ടിറ്റി ഒരിക്കലും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ വെക്റ്റർ ഇൻറ്റു ഇറ്റ്സ് യൂണിറ്റ് വെക്റ്റർ ആയിട്ട് നമ്മളാണ് എഴുതാം. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റുമല്ലോ, ഇവിടെ F12 F2 രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്തൂടെ, F12 അതായത് വെക്റ്റർ F12 F21 എഴുതി കൂടെ. ഓക്കെ, ഈ രണ്ട് വെക്റ്റേഴ്സ് എന്താ, ഈക്വൽ ആണ്. ക്ലിയർ അല്ലേ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കാം, ഇവിടെ എന്ത് ചെയ്യാം, ഓപ്പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു മൈനസ് ചിഹ്നം കൂടി എടുക്കണം. ക്ലിയർ അല്ലേ. അപ്പം വെക്റ്റർ ഫോം ഓഫ് കൂളംസ് ലോ എന്നാണ് അവിടെ കിട്ടിയത്. ക്ലിയർ ആണല്ലോ. അപ്പൊ രണ്ട് വെക്റ്റേഴ്സ് എന്ത് ചെയ്യാം, രണ്ട് വെക്റ്റേഴ്സ് അതായത് രണ്ട് ഫോഴ്സസും എന്ത് ചെയ്യാം, ഈക്വലും എന്ത് ചെയ്യാം, ഓപ്പോസിറ്റ് ആണ് അല്ലേ. ഇതാണ് വെക്റ്റർ ലോ ഓഫ് കൂളംസ്, വെക്റ്റർ ഫോം ഓഫ് കൂളംസ് ലോ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. ഈ കൂളംസ് ലോ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കാം, ഇപ്പൊ രണ്ട് ഫോഴ്സ് ഈക്വലും ഓപ്പോസിറ്റ് ആണ് അല്ലേ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ഇതിപ്പോ എന്തിനെങ്കിലും ആയിട്ട് റിലേഷൻ ഉണ്ടോ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അല്ലെ, ന്യൂട്ടന്റെ തേർഡ് ലോ അല്ലെ, അക്കോർഡിംഗ് ടു ന്യൂട്ടൺ തേർഡ് ലോ, എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയാം. എല്ലാ പ്രവർത്തനവും സമവും വിപരീതവുമായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. അത് നമുക്കറിയാലോ. ഓക്കെ, അപ്പം ഇതെല്ലാം പറഞ്ഞത് ഇവിടെ F21 ഫോഴ്സും F12 ഫോഴ്സും ഈക്വലും ആണ്, ഓപ്പോസിറ്റ് ആണ്. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റും, കൂളംസ് ലോ ഒബേസ് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. കൂളംസ് ലോ ഒബേ ചെയ്യുന്നത് ന്യൂട്ടന്റെ തേർഡ് ലോ ഓഫ് മോഷൻ ആണ് എന്ന് നമുക്ക് പറയാലോ. ഓക്കെ, അപ്പം എന്താ പറഞ്ഞത്, ന്യൂട്ടന്റെ കൂളംസ് ലോ ഒബേ ചെയ്യുന്നത് ന്യൂട്ടന്റെ തേർഡ് ലോ ആണ്. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും. അതുവരെ ഗുഡ് ബൈ.